ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം ഇന്ന് ഈ ഒരു ഫ്രോക്കാണ് ചെയ്യണത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. നമുക്ക് ഈ ഫ്രോക്ക് നമുക്കിതുപോലെ ഇന്നർ ഇട്ടിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാൻ ഇതുപോലെ ഒരു 2 പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. 27 ഇഞ്ച് ലെങ്ത്തിലും 30 ഇഞ്ച് വിഡ്ത്തിലുമാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ചെറിയ പീസിൽ നിന്നാണ് ഞാനിത് കട്ട് ചെയ്തെടുത്തത്. ഇത് ഒറ്റൊരു പീസാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പം അത് എൻ്റെ അങ്ങനെ ഒറ്റൊരു പീസായി എടുക്കാനുണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ടാണ് ഞാനിങ്ങനെ 2 പീസിൽ ചെയ്യണത് കേട്ടോ. ഇത് നിങ്ങൾക്ക് വീതി ഇപ്പോൾ 60 ഇഞ്ച് വിഡ്ത്ത് എടുത്തിട്ട് പിന്നെ നമ്മളെ ലെങ്ത്തിനനുസരിച്ചുള്ള ലെങ്ത്തും എടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. നമുക്കിത് ഇപ്പോൾ അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാനിതുപോലെ 27 ഇഞ്ച് ലെങ്ത്തിലും 30 ഇഞ്ച് വിഡ്ത്തിലും 2 പീസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈനിങ്ങും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലൈനിങ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാം. ലൈനിങ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ അടിയിലേക്ക് നന്നായി ഇറക്കി സ്റ്റിച്ച് ചെയ്യേണ്ട. ഒരു 9 ഇഞ്ച് താഴത്തേക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ. കണ്ടോ, ഇതുപോലെ 3 വശം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇങ്ങനെ 2 പീസും ലൈനിങ് സ്റ്റിച്ച് ചെയ്തെടുക്കണം നമ്മൾ. എന്നിട്ട് ഇനി നമുക്ക് ഈ മേലെ ഭാഗം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം. ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലുള്ള ഒരു എലാസ്റ്റിക് കിട്ടും. ആ എലാസ്റ്റിക് ആയിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇനി അത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ബോബിന് ഇതുപോലെ ഒന്ന് ഈ എലാസ്റ്റിക് ചുറ്റിയിട്ട് വേണം എടുക്കാൻ. ഓക്കെ, ചുറ്റിയെടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അത് ഇടുമ്പോൾ നമ്മൾ ഈ ഒരു സ്ക്രൂ ഒന്ന് ചെറുതായിട്ടൊന്ന് ലൂസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇട്ട് കൊടുക്കുക. ഒരുപാട് ലൂസ് ചെയ്യേണ്ട, ചെറിയതായിട്ടൊന്ന് ലൂസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ. ഇനി ഒരു 1/2 ഇഞ്ച് താഴേക്ക് വെച്ചിട്ട് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ, ഇങ്ങനെ ഒരു 8 ഇഞ്ച് ലെങ്ത്തിൽ ഞാനിതുപോലെ നീളത്തിന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ഞാനൊരു 4 ഇഞ്ച് ഗ്യാപ്പിലാണ് ഞാൻ ഈ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പോൾ 8 ഇഞ്ച് വരെ ഞാനിതുപോലെ എലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ 2 പീസും ബാക്ക് വശവും ഫ്രണ്ട് വശവും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ജോയിൻ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ 2 സൈഡും ഒന്ന് ജോയിൻ്റ് ചെയ്തെടുക്കണം നമുക്ക്.
ഇതുപോലെ ജോയിൻ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യമേ ലൈനിങ് നെറ്റ് പീസിൽ ഒരു 9 ഇഞ്ച് ലെങ്ത്തിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതുവരെ ലൈനിങ്ങും എല്ലാതും കൂടി ഒരുമിച്ച് ജോയിൻ ചെയ്യുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നെറ്റിൻ്റെ പീസ് ഉള്ളിലേക്ക് കുറച്ചൊന്നും ഇങ്ങനെ മാറ്റി വെച്ചിട്ട് പിന്നെ ലൈനിങ് മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ ലൈനിങ് മാത്രം ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. രണ്ട് സൈഡും ഇതുപോലെ ജോയിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ നെറ്റും ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. ഇതുപോലെ രണ്ട് വശം ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു വള്ളി രണ്ട് സൈഡിലും വെച്ച് കൊടുക്കണം. അതിനായിട്ട് ഇതാ ഞാനൊരു നീളത്തിൽ ഒരു നെറ്റ് പീസ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ലൈനിങ് പീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഉള്ളിൽ ഇന്നർ ഇട്ടിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്രോക്ക് ചെയ്യണത്. അപ്പോൾ ഫ്രോക്കിൻ്റെ ഈ വള്ളിക്ക് ഞാൻ ഇത്തിരി ലെങ്ത്ത് കൂടുതൽ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കറക്റ്റ് അളവിന് ഫ്രോക്കായിട്ട് മാത്രമാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ കറക്റ്റ് അളവിന് എടുത്താൽ മതി. ഇപ്പോൾ ഇത് ഞാനൊരു 9 ഇഞ്ച് ലെങ്ത്തൊക്കെ ഉള്ള ഒരു വള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഒൻപത് ഇഞ്ച് നീളത്തിലുള്ള രണ്ട് വള്ളി എടുത്തിട്ടുണ്ട്, ഇതുപോലെ രണ്ട് വശവും വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഇനി ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ നമ്മൾ ഇവിടെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അത് ഈ ഒരു വള്ളി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഫ്രോക്കിൻ്റെ ലൈനിങ്ങും അതുപോലെ തന്നെ നല്ല മെറ്റീരിയലും നമ്മളൊന്ന് അടിവശം മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളെ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.